ഹലോ, അസ്സാം വലൈക്കും. ഇന്നും നമ്മൾ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടുത്തെ മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണിത്. അപ്പം ഇന്ന് നമ്മൾ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വലിയുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതാ ഒരു പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഞാൻ ബോയിൽ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായി കുത്തിയെടുക്കുക. ഇനി നമ്മളിത് ചിക്കൻ കട്ട്ലേറ്റാണ് റെഡിയാക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനും നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കതവിടെ മാറ്റി വെക്കാം. അപ്പം അതാ നമ്മളെ മിക്സൊക്കെ നന്നായി ചൂടാറിയിട്ട് നമ്മൾ കട്ട്ലേറ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പും വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി മറിച്ചൊക്കെ എടുക്കാം. ഇപ്പം എല്ലാ നോമ്പിനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി ഉണ്ടാക്കാറുണ്ട്. 2-3 വിധമൊന്നും ഉണ്ടാക്കലില്ല, എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കും. അപ്പം ഇന്ന് കട്ട്ലേറ്റാണ് റെഡിയാക്കുന്നത്. കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാത്തത്. പൊതുവെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് റമദാനിൽ കട്ട്ലേറ്റ്, സമൂസ, പഴംപൊരി. ഇതൊക്കെ പൊതുവെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ്. അപ്പം ഇതാ നമ്മൾ കട്ട്ലേറ്റിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. ഇനി ഇതാ ചൂടായ എണ്ണയ്ക്ക് നമ്മൾ കട്ട്ലേറ്റ് ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഫുഡൊക്കെ നമ്മുടെ ഇവിടെ കിട്ടും. ചോറ് കിട്ടും, ബുഹാരി ചോറ് കിട്ടും. അപ്പോൾ സ്നാക്സും ജ്യൂസൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് കക്കരിക്കയാണ് അടിക്കുന്നത്. ഇപ്പോൾ ഇതാ കക്കരിക്കൊക്കെ ക്ലീനാക്കി ജ്യൂസ് അടിക്കുകയാണ്. അധികം കട്ടിയുള്ള ജ്യൂസൊന്നും നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ കഴിയൂലല്ലേ. കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ പുറമെ കുറേ വെള്ളം കുടിക്കേണ്ടി വരും. അപ്പം ഇന്ന് നമ്മൾ കക്കരിക്കാണ് റെഡിയാക്കുന്നത്. പിന്നെ കട്ടിയൊന്നും ഇല്ലാത്ത ജ്യൂസല്ല, അപ്പം അതാണ് ഇന്ന് അതുണ്ടാക്കണത്. അപ്പം നല്ല ചൂടാണല്ലോ, ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടാന്ന് പറയണ കേട്ടു. ചൂടുണ്ട് ഇവിടെയും, നല്ല തണുപ്പൊക്കെ വിട്ടിട്ട് നോമ്പൊക്കെ നോൽക്കുമ്പോൾ നല്ല ചൂട് തന്നെയാണ്. അപ്പം അതാ നമ്മളെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ഒക്കെ കിട്ടിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഫ്രൂട്ട്സൊക്കെ കൊടുന്നിട്ട് വേണം. അപ്പോൾ ആ ജ്യൂസ് നമ്മളവിടെ റെഡിയാക്കി. ഇനി നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴമൊക്കെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഈത്തപ്പഴം റെഡിയാക്കി. അപ്പോഴേക്കും നമ്മുടെ ഫ്രൂട്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ മുന്തിരിയും ഗ്രീൻ ആപ്പിളുമാണ് എടുക്കുന്നത്. റമദാനായ തുറക്കണ സമയത്ത് ഈ ഫ്രൂട്ട്സ് ചെത്തലും ഡെക്കറേഷൻ ചെയ്യുന്നതും അതൊക്കെ നല്ല രസമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പക്ഷെ സമയമില്ലാത്ത ടൈമിലൊന്നും വലിയ രസമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്നായിട്ട് കൂട്ടിയിട്ടിട്ട് കൊണ്ടുവയ്ക്കല ചെയ്യാം. സമയം ഉണ്ടാവുമ്പോൾ ഞാനിങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തേക്കും. നമ്മളെ നോമ്പ് തുറവിക്കൊക്കെ ഇങ്ങനെയല്ലേ ഓരോന്നും ഒരുക്കി വെക്കലുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എപ്പോഴും ഇതൊരു രസമാണ്. അപ്പം
അതാ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞ് അപ്പത്തിന് ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ റെഡിയാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോത്തിനും ബാങ്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ആദ്യം കട്ട്ലേറ്റ് വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അവനൊന്ന് കടിച്ചു കാണ്ട് അവിടെ വെച്ചിരുന്നു. അപ്പോൾ അതെടുത്ത് കൊടുത്തപ്പം അത് വേണ്ട, എനിക്ക് വേറെ മതി എന്ന് പറഞ്ഞ് വേറെ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ ചോറ് ഇപ്പോൾ കഴിക്കണില്ല. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി. ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാകും ഏകദേശം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് നിസ്കാരവും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കണത്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് അവിടെയൊക്കെ ക്ലീനാക്കി നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഒത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോൻ്റെ നേരം കുറച്ച് നേരം കളിക്കായിരുന്നു. അവന് ഇവിടെ ആയതുകൊണ്ട് ആരും കളിക്കാനൊന്നുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ അവൻ്റെ ഒപ്പം ഒന്ന് കളിക്കാൻ കൂടും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാണ് ഒരു 10 മണിക്കൊക്കെയാണ് നമ്മൾ ചോറ് കഴിക്കണത്. അപ്പോൾ ഇന്നും ബുഹാരി ചോറാണ്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്തോളൂ. എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും ഇട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.